ഇന്ന് കാലത്ത് 4:30 എഴുന്നേറ്റു കേട്ടോ. നേരം പോലും വെളുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മിക്ക ദിവസങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ ജിത്തൂട്ട് എൻ്റെ കൂടെ എഴുന്നേൽക്കും. പിന്നെ അവന് കുറച്ച് നേരം നിന്ന് പാലൊക്കെ കൊടുത്തിട്ട് പതുക്കെ തൊട്ടിൽ വെച്ച് കിടത്തി ആട്ടി ഉറക്കിയിട്ടാണ് അടുത്ത ചോറ് വയ്ക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ വീട്ടിലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്തിട്ടിട്ട് കറിക്കുള്ള തേങ്ങയൊക്കെ ചിരവുകയാണ് കേട്ടോ. അപ്പോൾ സൈഷേട്ടന് ഇന്ന് ജോലിയുണ്ട്. അപ്പോൾ പക്ഷേ ചോറ് കൊണ്ടുപോകണ്ട, അടുത്താണ് ജോലി കേട്ടോ. അപ്പോൾ ഇതേ നേരെ ഒന്നും വെളുത്തിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. തലേന്ന് മഴയായിരുന്നു. അപ്പോൾ മഴ പെയ്ത് ഒരു പഴുത്ത മാങ്ങ വീണ് ചതഞ്ഞു പോയി കേട്ടോ. വീണ് കിടക്കുന്നു. അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ അതിന് വിറവ് പറക്കാനായിട്ട് പോവുകയാണ്, കഞ്ഞിക്ക് തീയരിക്കാനായിട്ട്. അപ്പോൾ ഈ സൈഡിലാണ് വിറവൊക്കെ കിടക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വന്ന് മലക്കറി എടുത്ത് വെച്ച് അരിഞ്ഞു. അവിയലാണ് വെക്കുന്നത്. അവിക്കുട്ടന് എരിവില്ലാത്ത കറിയൊക്കെയാണ് ചോറ് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അവിയൽ, പരിപ്പ് കറി, മോര് കറി അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അയാൾക്ക് ഇഷ്ടം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവിയലൊക്കെ റെഡിയായി കേട്ടോ. അവിയലിന് ഞാൻ എല്ലാം വേവിച്ച് വെള്ളമൊക്കെ പറ്റിയപ്പോഴത്തേക്കും തേങ്ങ വെളിച്ചെണ്ണ ഒഴിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചമ്മന്തി കറി വെക്കണം. അപ്പോൾ കാപ്പി, ദോശ, ഇഡ്ഡലി വെക്കാനാണ് പ്ലാന്. അപ്പോൾ അതിന് മുന്നേ കറി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചട്നി കാച്ചുവാണ് കേട്ടോ. ചട്നി കാച്ചി വെച്ചിട്ട് മാവെടുത്ത് കുഴച്ച് ചായ അടുപ്പത്ത് വെച്ചു. അതിനുശേഷം മാവ് റെഡിയാക്കിയിട്ട് ദോശ ഇടാമെന്ന് വെച്ചു. സമയമുണ്ട്. ഇഡ്ഡലി ഒക്കെ ആണെങ്കിൽ ഞാൻ സമയമില്ലാത്ത ദിവസങ്ങളിൽ ഇഡ്ഡലി അങ്ങ് ഒഴിച്ച് അടുപ്പി വയ്ക്കും കേട്ടോ. പെട്ടെന്ന് വേവുമല്ലോ. ഇഡ്ഡലി ആകുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടല്ലോ. ദോശ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഒരെണ്ണം ചുട്ടിച്ചിട്ട് പിന്നെ ഞാനും സൈഷേട്ടനും മാത്രമേ ഒരു 2-3 കഴിക്കുള്ളൂ. ബാക്കി അബിക്കുട്ടനും ജിത്തൂട്ടനൊന്നും വലിയ കഴിപ്പൊന്നുമില്ല കേട്ടോ. വലിയ കഷ്ടമാണ് അബിക്കുട്ടന് രാവിലെ സ്കൂളിൽ പോകുന്നിടത്ത് ആഹാരം കഴിക്കാൻ. ഒരു അരമുറി ദിവസം തന്നെ കഷ്ടിച്ചാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രാവിലത്തെ തണുപ്പത്ത് ഞാൻ ഒരു ചായ കുടിക്കുവാണ്. അപ്പോഴും നേരമൊക്കെ വെളുത്ത ഒരു 6 മണിയൊക്കെ ആയി കേട്ടോ. അങ്ങനെ ഇനി എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇനി മുട്ട എടുത്ത് പൊരിക്കണം. സൈഷേന് ചോറുണ്ടോണെങ്കിൽ വേറെ എന്തെങ്കിലും എരിവുള്ള കറി എന്തായാലും വെക്കണം. ഇപ്പോൾ അബിക്കുട്ടന് മാത്രമായതുകൊണ്ട് ഞാൻ മുട്ടയും പൊരിച്ചു അവിയലും വെച്ചാണ് ഇന്ന് ചോറ് കൊടുത്ത് വിട്ടത് കേട്ടോ. അങ്ങനെ അബിക്കുട്ടൻ സ്കൂളിൽ പോയി. അത് കഴിഞ്ഞ് ജിത്തൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആൾ നല്ല വില്ലനാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിക്കണ്ട, ഭയങ്കര കുരുത്തക്കനാണ്. അങ്ങനെ ഞാൻ മീനെടുത്ത് വെള്ളത്തിലിട്ടു കറി വെക്കാനായിട്ട്. അപ്പോഴത്തേക്കും ജിത്തൂട്ടൻ ഭയങ്കര ടി വി കാണും. ടി വിയുടെ മുന്നേ പോരുന്ന ടി വി കാണണം. ആ സമയം കൊണ്ട് ഞാൻ മീൻകറി അടുപ്പത്താക്കി. പിന്നെ ഇഴഞ്ഞിഴഞ്ഞ് എൻ്റെ കൂടെ അങ്ങ് അടുക്കള വരും കേട്ടോ. അടുക്കള വന്നാൽ പിന്നെ ആ പാത്രം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്കോലാക്കിയിടും. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറെല്ലാം കഴിച്ചിട്ട് വൈകിട്ട് ചായക്ക് കടിയാണ് ബോളി മേടിച്ചോണ്ടും സൈഷേട്ടൻ. അടങ്ങിയത് എന്നെ പറഞ്ഞു മക്കളെ. ശേഷം രാത്രി ശേഷം കടയ്ക്ക് വിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ട് വന്നു. അങ്ങനെ ചിക്കൻ വറുത്ത് രാത്രിത്തേക്ക് ചോറ് കഴിക്കാനായിട്ട് ചിക്കൻ വറുക്കുവാണ്. ഇതിൻ്റെ മസാലക്കൂട്ടൊക്കെ വരവുന്നത് സൈഷേട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അബിക്കുട്ടനെ എന്താ പറയുക പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിത്തൂട്ടൻ സമ്മതിക്കുന്നതില്ല. ജിത്തൂട്ടനാണെങ്കിൽ ഭയങ്കര വികൃതിയാണ്. അബിക്കുട്ടനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മൾ വഴക്ക് പറഞ്ഞാൽ പിന്നെ കരച്ചിലാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണും വരേക്കും ബൈ ബൈ. താങ്ക് യു.